ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് REE റെയർ എർത്ത് എലമെന്റ്സ്. ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിൽ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പോളിഷിംഗ് ആയിക്കോട്ടെ, LED TV ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് വെഹിക്കിൾ അതായത് EV കാർ ആയിക്കോട്ടെ, അങ്ങനെ പല മേഖലകൾക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സ്. ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ റെയർ എർത്ത് എലമെന്റ്സിന് വേണ്ടിയിട്ട് ഉക്രൈനായിട്ട് ഇങ്ങനെ പെടാപ്പാട് പെടുത്തുന്നത്? ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയത് വേറൊന്നുമല്ല, ഇടയ്ക്ക് ചൈനയ്ക്കെതിരെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് എടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നടപടികളിൽ രണ്ടെണ്ണം, ഒന്ന് താരിഫ് അടിച്ചു കൊടുത്തത്. 35% താരിഫ് ഉണ്ട് ചൈനയുടെ സാധനങ്ങൾ അമേരിക്കയിലോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു താരിഫ് റേറ്റ്. അതുപോലെ തന്നെ ഈ ഫെന്റനൈൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ, മറ്റേ മരുന്ന് കച്ചവടം ചൈനയുടെ തകൃതിയായിട്ട് മെക്സിക്കോ ത്രൂ നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിനെയും ട്രംപ് തടഞ്ഞു നിർത്തി. ഇതുകൊണ്ട് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ചില്ലറയൊന്നുമില്ല. അപ്പൊ ഈ ഒരു നഷ്ടം എങ്ങനെ നികത്തും? ചൈനയ്ക്ക് നിരുപാധികം ഇങ്ങനെ ഒരു മറ്റേ മരുന്ന് കച്ചവടം നടത്തുകയും അതിലൂടെ പൈസ ഉണ്ടാക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ഇങ്ങനത്തെ മാർഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എന്തെല്ലാം ഉടായ്പകളിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഉടായ്പകളെല്ലാം ചൈന ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് വരെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. പിന്നെ കോപ്പിയടിയാണെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ കോപ്പിയടിയാണ്. കോപ്പിയടിയിൽ വീരന്മാരാണ്. ഈ കോപ്പിയടിയെ കുറിച്ചുള്ള വിഷയം ഇപ്പൊ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡീപ് സീക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീപ് സീക്ക് ഇറങ്ങിയ സമയത്ത് പല ആൾക്കാരും നാട്ടിൽ ചൈന ആനയാണ്, ചൈന ഭയങ്കരമായി ടെക്നോളജിയിൽ ഇമ്പ്രൂവ് ആയി, ചൈന അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കാണുകയുണ്ടായി. ഈ ഡീപ് സീക്കിനെ കുറിച്ച് ഈ ഡീപ് സീക്കിന്റെ പ്രാഥമികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഓൾറെഡി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും അപ്പുറമായിട്ട് ബന്ധപ്പെട്ട് ഡീപ് സീക്കിൽ ചൈന ചെയ്ത ഉടായ്പുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സംഗതി കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ട്രംപിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വിഷയങ്ങൾ, ഈ അമേരിക്കയിൽ നിന്ന് കിട്ടിയ രണ്ട് തിരിച്ചടികളാണ് ചൈനയെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. അങ്ങനെ ചിന്തിപ്പിച്ച സമയത്താണ് ചൈന ഒരു തീരുമാനം എടുത്തത്, അമേരിക്കയിലേക്ക് ഇനി ഒരിക്കലും ഞാൻ റെയർ എർത്ത് എലമെന്റ്സ് കയറ്റി അയക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അപ്പൊ ഇതിലുപരിയായിട്ട് അമേരിക്ക വീണ്ടും കൂടുതൽ സാങ്ഷൻസുമായിട്ടാണ് തിരിച്ചടിച്ചത്. ആ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എൻവിഡിയ ഉൾപ്പെടെയുള്ള പല ഇലക്ട്രോണിക്സ് ചിപ്പും അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് കയറ്റി അയക്കില്ല എന്ന് പറഞ്ഞ് സാങ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ചൈനയെ. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കുറച്ചിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് പിടികിട്ടിയത് ശരിക്കും ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണെന്നും അതില്ലാതെ ചിപ്പുകൾ പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരും എന്നുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഈ ഒരു കളി കളിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു സമയത്താണ് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് വീണ് കിട്ടിയത് ഉക്രൈൻ. അപ്പൊ ഇതുകൊണ്ട് അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്പർ 1 ഉക്രൈന്റെ എലമെന്റ്സ് ഉണ്ട്, റെയർ എർത്ത് എലമെന്റ്സ്, അതിന്റെ 50% നമുക്ക് സ്വന്തമാക്കാം. നമ്പർ 1. നമ്പർ 2, റഷ്യ ഉക്രൈൻ വാർ, നടക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിനെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് യുദ്ധം നിർത്താൻ സാഹചര്യം ഒരുക്കി എന്നുള്ള ഒരു പേര് അത് കിട്ടും. അത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഈ റഷ്യയുമായിട്ട് ഡീപ്പായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയി അമേരിക്കയ്ക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കിയ ഒരു പ്രസിഡന്റ് എന്നുള്ളൊരു പേരും കിട്ടും. അതിലുപരിയായിട്ട് പ്രോസസിംഗ് യൂണിറ്റുകൾ, ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിനെ പ്രോസസ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രോസസിംഗ് യൂണിറ്റ്, ഇത് കുറച്ച് ടൈം എടുത്ത് സ്ഥാപിക്കാൻ പറ്റുന്ന ചില പ്രോസസിംഗ് യൂണിറ്റുകളാണ്. റെയർ എർത്ത് എലമെന്റ് പ്രോസസ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമില്ല, അത് നല്ല പണിയുള്ള ഏർപ്പാടാണ്. അതുപോലെ തന്നെ ചൈന കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇത് മണ്ണ് മാന്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആ മണ്ണിൽ നിന്നാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് മൊത്തം വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിന് പണി ഒരുപാട് കൂടുതലാണ്, ഹെവിയാണ് വർക്ക്, ഒരുപാട് മാൻ പവർ ആവശ്യമുണ്ട്. അപ്പൊ ചൈനയുടെ കയ്യിൽ മാൻ പവർ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ കയ്യിൽ പ്രോസസിംഗ് യൂണിറ്റും ഉണ്ട്. ഇപ്പൊ ചൈനയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഗ്ലോബലി തന്നെ ഏതാണ്ട് 70% റെയർ എർത്ത് മെറ്റൽസ് ചൈനയിൽ ഉണ്ട് താനും. ഇനി അതിലുപരിയായിട്ട് 90% റെയർ എർത്ത് മെറ്റൽസും ചൈനയ്ക്ക് ഉള്ളിലാണ് പ്രോസസിംഗ് തന്നെ ചെയ്യുന്നത്. കാരണം അവർക്ക് ആ രീതിയിലുള്ള പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. ഇനി ഇതിലുപരിയായിട്ട് റഷ്യ പോലത്തെ രാജ്യങ്ങൾ, അതിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വേറെ രാജ്യങ്ങൾക്ക് ഈ ലോഡ് കണക്കിൽ മണ്ണൊക്കെ അയച്ചിട്ടാണ് അവിടെ നിന്ന് പ്രോസസിംഗ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോസസിംഗ് ചെയ്യുന്ന യൂണിറ്റുകളുള്ളത് ഒന്ന് വിയറ്റ്നാമിലുണ്ട്, അതുപോലെ തന്നെ എസ്റ്റോണിയയിലുണ്ട്. ഇതുപോലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രീസിൽ ഇതിന്റെ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. കാരണം ഈ പ്രോസസിംഗ് യൂണിറ്റ് തന്നെ വളരെ റിസ്ക് ആണ്. ആ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസിംഗ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ എലമെന്റ്സും ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. ട്രംപ് നോക്കിക്കാണുന്ന പറഞ്ഞാൽ അമേരിക്കയിൽ ഏതാണ്ട് ഇപ്പൊ ടോട്ടലായിട്ട് ഇപ്പൊ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ 1.8 മില്യൺ ടൺ റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-28 കാറ്റഗറിയിൽപ്പെട്ട റെയർ എർത്ത് മെറ്റൽസ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ നിയോഡീനിയം എന്ന് പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇലക്ട്രോണിക് വെഹിക്കിളിൽ, അതായത് ഇലക്ട്രിക് വെഹിക്കിളിൽ മാഗ്നറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നിയോഡീനിയം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചൈന വളരെ ധാരാളം സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് ആണ്. സെറിയം എന്ന് പറഞ്ഞ ഒരു റെയർ എർത്ത് എലമെന്റ് ഉണ്ട്. ഈ എലമെന്റ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ പോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സെറിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ വളരെ പർട്ടിക്കുലർ ആയിട്ട് ഒരുപാട് എലമെന്റ്സ് വേണ്ടി വരുന്ന ഒരു സംഭവമാണ് ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെ ചെറിയ മൈക്രോ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.
അപ്പൊ ഇതില്ലാതെ നമുക്ക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1% പോലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് അത്രയ്ക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിന്റെ യുദ്ധം നടക്കുന്നത്. ഇപ്പൊ സംഭവം എന്താണ്? ചൈനയെ കണ്ടംപ്റ്റ് ചെയ്യാനും ചൈനയെ എതിർക്കാനുമാണ് നിരുപാധികം അമേരിക്ക ഇപ്പൊ ഈ ഒരു രംഗത്ത് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് റഷ്യ നിരുപാധികം ഒരു വെൽക്കം കൊടുക്കുകയാണ്. റഷ്യയും അമേരിക്കയും ചേർന്ന് റഷ്യയും അമേരിക്കയും ചേർന്ന് കൂട്ടായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇപ്പൊ പുടിൻ നിരുപാധികം അമേരിക്കയ്ക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വരൂ, നമ്മൾ ഒരുമിച്ച് നമുക്ക് ഈ ഒരു റെയർ എർത്ത് മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഉക്രൈനേക്കാളും കൂടുതൽ റെയർ എർത്ത് എലമെന്റ്സ് റഷ്യ എടുത്തുണ്ട് എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പുടിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ഇനിയിപ്പോ അമേരിക്ക റഷ്യയോട് ചേരാതെ വേറെ ഒരു മാർഗമില്ല എന്നുള്ളതാണ്. കാര്യം എന്താണ്? റഷ്യ എടുത്ത് ഈ റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ പുറത്തറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇനി അവസ്ഥ? അമേരിക്ക റഷ്യ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ റഷ്യയും ചൈനയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു ഡോമിനേറ്റഡ് പവർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രംപിന് റഷ്യയെ ഇങ്ങനെ കൈയൊഴിഞ്ഞ് വിടാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഓൾറെഡി ലോക്ക്ഡ് ആയി. കാര്യം ഇപ്പൊ മനസ്സിലായി ഇങ്ങനെ ഇത്രയും റെയർ എർത്ത് മിനറൽസ് ഇപ്പൊ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റഷ്യ എടുത്തുണ്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഡീൽ റഷ്യയും അമേരിക്കയുമുള്ള ഡീൽ നടക്കും എന്നുള്ളതാണ് 100% മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ സെലൻസ്കിയുടെ അടുത്ത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു ഡീൽ സൈൻ ചെയ്ത് ഈ യുദ്ധം ഒഴിവാക്കി തീർക്കാനാണ് ഇപ്പം ആവശ്യപ്പെടുന്നത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ. ഇതിപ്പോ എന്ത് തന്നെ യൂറോപ്യൻ യൂണിയന് ഡിഫൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര 10-15 മീറ്റിംഗ് ഇട്ടാലും ഇത് തന്നെ സംഭവിക്കാൻ പറ്റൂ. വേറെ ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ചർച്ചകളും ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ്. ഉക്രൈൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് മാച്ചാണ് നടത്തിയത്. നീ വന്നാ ഒരു 50% ഞാനും പാർട്ട്ണറായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള നിലയിലുള്ള ഒരു എഗ്രിമെന്റ്. അതായത് അവിടെ 500 ബില്യൺ കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു കണക്കും പറഞ്ഞുകൊണ്ട് ഈ മുടക്കു മുതലെങ്കിലും നഷ്ടപ്പെടാതെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലുള്ള നിലപാട് ട്രംപ് എടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഉക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലം റഷ്യയും അമേരിക്കയും തമ്മിൽ ജോയിന്റ് ആയിട്ട് തന്നെ അവിടെ റിസർച്ച് നടത്തി അവിടുത്തെ മിനറൽസ് മൊത്തം കൊള്ളയടിക്കാനുള്ള പദ്ധതിയാണ്. അത് തന്നെയാണ് ഇപ്പൊ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിന്റെ പുറകിലുള്ള അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സ് ഇതാണ്. കാരണം ഇനി റഷ്യയെ തനിച്ച് വിടാൻ പറ്റില്ല. ഇനി റഷ്യയെ തനിച്ച് വിട്ടു കഴിഞ്ഞാൽ റഷ്യയും ചൈനയും കൂടെ കൂട്ടായിട്ട് അമേരിക്കയ്ക്കെതിരെ നല്ല രീതിയിലുള്ള ശക്തിയായിട്ട് തിരിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം റെയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ മാനുഫാക്ചറിങ് ചിപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറി വരാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ ഒരു ചിപ്പ് പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഈ ചിപ്പ് പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ചൈനയുടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുന്നത്. ചൈനയുടെ കള്ളത്തരങ്ങളിൽ വളരെയധികം എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഇവർ സിംഗപ്പൂരിലുള്ള കമ്പനികളെ വെച്ചിട്ട് സിംഗപ്പൂർ, വിയറ്റ്നാം, തായ്വാൻ ഇങ്ങനെ പല പല രാജ്യങ്ങളുമായിട്ട് ചൈന ഫേക്ക് ആയിട്ടുള്ള കമ്പനികൾ സ്ഥാപിച്ച് വേറെ പല രാജ്യങ്ങൾക്കും, അതായത് അമേരിക്കയുമായിട്ട് സാങ്ഷൻസ് നേരിടാതെ പല രാജ്യങ്ങളുടെയും പേര് പറഞ്ഞിട്ട് അവർക്ക് ഈ ഒരു ചിപ്പ് മേടിച്ചു കൊടുക്കുന്നതായിട്ട് എൻവിഡിയ ഇന്ന് ചിപ്പ് ഓർഡർ ചെയ്ത് വരുത്താണ്. ഈ AI ടെക്നോളജി യൂസ് ചെയ്യാൻ പാകത്തിന് ഇൻബിൽഡ് ചെയ്ത എൻവിഡിയ ചിപ്പുകൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിൽ നടത്തിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ ഒരു കമ്പനിയിൽ മിനിഞ്ഞാന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ആ റെയ്ഡ് നടത്തിയതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 പേരെ കൂടാതെ 3 സിഇഒമാര്, 3 കമ്പനികളുടെ 3 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്പനിക്കാണ് ഈ എൻവിഡിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ചിപ്പ് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നത്. പിന്നെ സിംഗപ്പൂരിന് ആവശ്യമുള്ള ആ ഒരു ചിപ്പിന്റെ എണ്ണത്തിനേക്കാളും എപ്പോഴും ഇരട്ടിയാണ് സിംഗപ്പൂർ കമ്പനികൾ ഓർഡർ ചെയ്യുന്നത്. ഇതെന്തിനാണ് ഇവർ ഇരട്ടി ചിപ്പുകൾ ഓർഡർ ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലയന്റുകൾക്ക് കൊടുക്കാനാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലയന്റ് ആയിട്ട് ഇവർ കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കമ്പനികൾ കൂടുതലും സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിലൊക്കെ ഉള്ള കമ്പനികളൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്. അത് ഇന്ന കമ്പനികൾക്കാണ് ഞങ്ങൾ അയക്കുന്നത്. ഇന്ത്യക്ക് ചിപ്പ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ അമേരിക്കയിൽ ഒരു സാങ്ഷൻസും ഇല്ല, ഒരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവർ അമേരിക്ക അത് ഒരു ഒബ്ജക്ഷൻ ഇല്ലാണ്ട് അതിന് NOC കൊടുക്കുകയും അത് തീർച്ചയായിട്ടും അത് ഷിപ്മെന്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന ചിപ്പുകൾ ഇവർ ഡൈവേർട്ട് ചെയ്ത് നേരെ ചൈനയിലേക്കാണ് വിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സിംഗപ്പൂരിൽ ഈ ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തില്ല. ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഡീപ് സീക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ചിപ്പുകൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാല് ഇവര് കള്ളത്തരത്തിലൂടെയാണ് ഈ ഒരു ഡീപ് സീക്ക് റൺ ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് ഒരു ടെക്നോളജി ഇല്ല, ഇവർക്ക് കോപ്പി അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇവർ അത് കൂടാതെ കളറായിട്ട് പെയിന്റ് അടിച്ച് പല രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്ത് 5th gen 6th gen എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഒക്കെ ഇവർ വിടും. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള സാമഗ്രികളെല്ലാം ഇതേപോലെ കോപ്പി അടിച്ച് വെച്ച സാധനങ്ങളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4th 5th 6th എല്ലാം തന്നെയും ഈ സെയിം സാധനം തന്നെയായിരിക്കും. ഈ പെയിന്റ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ രീതിയിലാണ് ചൈന. അവർ പല രീതിയിലും പൈസ കൊണ്ട് ഞങ്ങൾ സമ്പന്നരാണ്, പല പല രാജ്യങ്ങൾക്ക് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ചെയ്ത് കയറ്റി അയച്ച് ഇവർ പലരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടെങ്കിലും ഇവർക്ക് തന്നെ അറിയാം എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇവർ പുറത്ത് വരാൻ പറ്റാത്തത്. ഈ ഡീപ് സീക്ക് ഇറങ്ങിയ 2 ദിവസം ഏതാണ് എൻവിഡിയയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു വീണത് 20%. ഒരു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു നാസ്ഡാക്ക് എന്ന് പറഞ്ഞ അവരുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത്രമാത്രം ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ദിവസം വരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇന്നത്തെ അവസ്ഥയിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ആപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നല്ല, ഈ ചൈന ചെയ്ത ഉടായ്പ എന്താണെന്നുള്ളത്
കുറേയേറെ ആൾക്കാർക്ക് ടെക്നോളജി പരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഇത് മനസ്സിലായി എന്നുള്ളതാണ്. ഈ ഒരു കള്ളത്തരവും കൂടി ഈ ഒരു ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു AI ടെക്നോളജി ഇങ്ങനെ ചിപ്പ് മോഷ്ടിച്ച് ഇവർ നടത്തിയതാണെന്നുള്ളതിന്റെ കാര്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ നമ്മൾ യൂറോപ്പിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പുടിൻ പറഞ്ഞിരിക്കുന്ന കാര്യം, പുടിൻ ഓപ്പൺ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്കയുമായിട്ട്. അമേരിക്ക അത് സ്വീകരിക്കും. ഇതിനകത്ത് ഈ അമേരിക്കയും പുടിനും കൂടെ ഈ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്ത് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന സൈഡ് ലൈൻ ആവുകയാണ്, യൂറോപ്യൻ യൂണിയൻ സൈഡ് ലൈൻ ആവുകയാണ്, നാറ്റോ സൈഡ് ലൈൻ ആവുകയാണ്. പക്ഷെ ഇതൊന്നും പെർമനന്റ് സൈഡ് ലൈൻ അല്ല. പിന്നെ പലരും ഈ ഒരു റഷ്യ അമേരിക്ക ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്താൽ തന്നെ ഇത് എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കും? കാരണം ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ സ്ഥാപിച്ചു വരണമെങ്കിൽ 10 മുതൽ 12 വർഷമൊക്കെ ടൈം എടുക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കാണുന്ന ചില ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 വർഷം കൊണ്ട് ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിലേക്ക് ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങും ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചില ചോദ്യം ഉയർത്തുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ റഷ്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ തമ്മിലടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളൊക്കെ സാങ്ഷനിൽ പെടാനും അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമമൊക്കെ പകുതി വഴി തന്നെ ചിലപ്പോൾ മുടങ്ങാനും സാധ്യതയുണ്ടെന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നാൽ തന്നെയും ഇപ്പൊ ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണുള്ളത്. അമേരിക്ക പിന്നെ ചില നിർണായകമായിട്ടുള്ള ബേസിക് പോളിസീസ് ഉണ്ട് അമേരിക്കയിൽ. ആ പോളിസി അവർ ഒരിക്കലും മാറ്റില്ല എന്നുള്ളതാണ്. ആ പോളിസി അവർ വെളിയിൽ പറയത്തില്ല. പക്ഷെ അവർ ഏത് ഗവൺമെന്റ് വന്നാലും അമേരിക്ക ആ ഒരു നിലപാടിൽ നിൽക്കും. അത് അവരുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ആ പരിപാടികളൊക്കെ അമേരിക്ക കാലാകാലങ്ങളായിട്ട് അവരുടെ പോളിസി ആ രീതിയിൽ തന്നെയാണ് തുടർന്നു പോകുന്നത്. അതുപോലെ അമേരിക്കയ്ക്കുള്ളിൽ എടുത്തു മാറ്റാൻ കഴിയാത്ത ചില പോളിസികളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പോളിസി ആയിട്ട് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ ഡൊണാൾഡ് ട്രംപ് എത്ര എഫക്റ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, എത്ര എഫക്റ്റീവായിട്ട് ഈ റഷ്യയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അമേരിക്കയ്ക്ക് എത്രമാത്രം ഗുണകരമാണ് എക്കണോമിക്കലി എന്നുള്ള നിലയിൽ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ അവരുടെ സെനറ്റില് കാലാകാലങ്ങളായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു റഷ്യ അമേരിക്ക റിലേഷൻഷിപ്പ് ഒരു ഗ്ലോബലി തന്നെ പുതിയൊരു ചേഞ്ച് ഓവർ ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇങ്ങനെയും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. രണ്ടു തരത്തിലും അഭിപ്രായമുണ്ട്. പക്ഷേ എന്തായാലും ട്രംപ് റഷ്യയുമായിട്ടുള്ള ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്കലാണെന്ന് മാത്രമാണ് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി സെലൻസ്കി വീണ്ടും പോയി കാല് പിടിച്ച് ഈ ഉക്രൈന്റെ റെയർ എർത്ത് എലമെന്റ്സ് എഴുതി തരാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഉക്രൈൻ ശരിക്കും അമേരിക്കയുടെ കാല് പിടിച്ച് വീണ്ടും ഈ ഒരു 50% റെയർ എർത്ത് എലമെന്റ്സ് തരാം, ഡീലിൽ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ കാല് പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.